കണ്ടാൽ മതി. നമുക്ക് മനുഷ്യനായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാൻ കാര്യങ്ങൾ, അതേപോലെ മൃഗമായിട്ട് ചിന്തിക്കാം. ഈ രാജ്യത്ത് ജനിച്ച ഏതൊരാൾക്കും മതം, അതേപോലെ പേര് മാറ്റാം, അതേപോലെ രാഷ്ട്രീയം മാറ്റാം. കാരണം ഒരു രാഷ്ട്രീയത്തിൽ ജനിച്ച് അതേ രാഷ്ട്രീയത്തിൽ തന്നെ മരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾ മറ്റ് അതായത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തവരെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മതമോ രാഷ്ട്രീയമോ അതേ രാഷ്ട്രീയത്തിൽ തന്നെ തുടരണമെന്നുള്ളത് തുടരാം. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിപരമായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ വേണം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ടാക്സ്, GST, നികുതി എല്ലാം എടുത്ത് നികുതി പണം കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ സർക്കാർ കേന്ദ്രത്തിലായിക്കോട്ടെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഒരു താല്പര്യത്തിൽ ഇതേപോലെ ഇപ്പോൾ ഈ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സോനം വാങ്ചുക്ക് 20 ദിവസത്തോളം നിരാഹാര സമരം ചെയ്തു. അതേപോലെ CJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഇത് 20-ാം തീയതി കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പിന്നെ BJP ആൾക്കാർ മറ്റ് ആളുകൾ എല്ലാവരും കൂടി CJP പ്രവർത്തകരെ തല്ലിച്ചതച്ചു. അത് ഫേക്ക് ആർമി, ഫേക്ക് പോലീസ്, ഗുണ്ടകൾ ഒക്കെ ആവാനാണ് കൂടുതലും ചാൻസ്. അത് കുട്ടികളുടെ മറ്റ് കാര്യങ്ങളെയൊക്കെ തല തല്ലിപ്പൊളിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ ആൾ നീറ്റ് പരീക്ഷാ പേപ്പർ ഈ വർഷങ്ങൾ കുറേ ആയിട്ട് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പഠിച്ച എക്സാം എഴുതുന്നവന് ജോലിയില്ല ഈ രാജ്യത്ത്. പകരം കള്ളപ്പരീക്ഷ കാര്യങ്ങൾ ലീക്കാക്കി എഴുതുന്നവൻ ആശുപത്രി കാര്യങ്ങളിൽ കയറിയിരിക്കും. ഇപ്പം ഞാൻ അല്ലെ നിങ്ങൾ നാളെ ഒരു ദിവസം പോയി ഒരു മരുന്നിന് എഴുതി മേടിക്കുമ്പോൾ അത് യഥാർത്ഥ ഡോക്ടറായിരിക്കത്തില്ല, പരീക്ഷ എഴുതി പേപ്പർ എഴുതി വന്നിരിക്കുന്നവനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവൻ തരുന്ന ഗുളിക മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് മോദി ഇതേപോലെ കുട്ടികളുടെ തല തല്ലിപ്പൊളിക്കുകയും മറ്റ് ഇതൊരു ചരിത്രപരമായിട്ടുള്ള സംഭവത്തിലേക്കും ഇത് വലിയ വിഷയം തന്നെയാണ്. അപ്പം മോദി രാജിവെക്കണം, അതല്ല ധർമ്മേന്ദ്ര രാജിവെക്കണം. അതിപ്പോൾ രാജ്യത്ത് ഇവർ ടാക്സ്, GST കാര്യങ്ങളെല്ലാം നികുതി പണം ഇതാക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും ചെയ്താൽ മതിയോ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ CJP പ്രവർത്തകർ അതാണ് ചോദിക്കുന്നത്. പിന്നെ ഇവർ ഈ വേറെ ഒരു ടെററായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പം മോദി സർക്കാർ അതേപോലെ മോദി, ധർമ്മേന്ദ്ര പ്രധാനെ എല്ലാം രാജിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത സർക്കാർ വരും, അടുത്ത പ്രധാനമന്ത്രി വരും. പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ചില കള്ളത്തരങ്ങൾ പിടിക്കും. അതായത് US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് Epstein ഫയൽ എന്ന് പറഞ്ഞ ഒരു സാധനങ്ങൾ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മുടെ മോദി ഇൻക്ലൂഡ് ആവാനെ കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ചെറിയ കുട്ടികളെ റേപ്പ്, അബ്യൂസ് കാര്യങ്ങൾ ചെയ്ത കേസ് കാര്യങ്ങൾ, അതിൻ്റെ കുറേ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ പണ്ട് ലീക്കായി, അതിൻ്റെ കുറേ വീഡിയോസ് കാര്യങ്ങൾ ഇതൊക്കെ കയറി നോക്കുക. ഇതിനകത്തെല്ലാം നമ്മുടെ മോദി, ഈ സർക്കാരല്ല മോദി ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അപ്പം ഇത് ഭയങ്കര ടെററായിട്ടുള്ള കാര്യമാണ്. പുള്ളി ഇപ്പോൾ പെട്ടെന്ന് രാജിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും അടുത്ത ഇപ്പോൾ സർക്കാർ കയറുമ്പം പ്രധാനമന്ത്രി കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കും. അങ്ങനെ പല കള്ളത്തരങ്ങളും പല സംഭവങ്ങളും വെളി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഡൽഹിയിൽ സാധാരണ ഈ കുട്ടികളുടെ ഒക്കെ തലമണ്ടയടിച്ച് പൊട്ടിച്ച് കാര്യങ്ങൾ ഇതാക്കുന്നത്. അവർ ഈ ഒരു പിള്ളേരെ തല്ലിച്ചതച്ച് അല്ലേ പാർലമെൻറ്റിൽ ഗണ്ണ് കാര്യങ്ങൾ വെച്ച് വെടിവെച്ച് കൊന്ന് കാര്യങ്ങൾ പിള്ളേരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ മുൻപോട്ട് ഭരിച്ചുകൊണ്ട് പോകും. വേറെ പ്രധാനമന്ത്രിയോ കാര്യങ്ങളോ വന്ന് ഇതാക്കത്തുമില്ല, കണ്ടുപിടിക്കത്തില്ല. അതേപോലെ കഴിഞ്ഞിടയ്ക്ക് ബംഗാളിലെങ്ങാണ്ട് 4000 ചില്ലാന വോട്ടിംഗ് പരമായിട്ടുള്ള സാധനങ്ങൾ അവിടെ കത്തിച്ച് കളഞ്ഞു, അത് കാണുവാനില്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത് നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. എന്തായിരിക്കും ഇനി ഇത് ഇപ്പോൾ ഒരു വലിയൊരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് പോയിക്കാണ്. ഇതിപ്പം എന്തൊക്കെ ആകുമെന്ന് ഒരു പിടിയില്ല.